മഴയിലൊക്കെ ചെറിയ കുറവുണ്ട് എങ്കിലും താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. റാന്നിയിലും ആറന്മുളയിലും ഉണ്ടായ അപ്രതീക്ഷിത പ്രളയത്തിൽ റവന്യൂ വകുപ്പ് ഇടപെടൽ കാര്യക്ഷമമല്ല എന്ന് വിമർശിച്ചു MLA അബിൻ വർക്കി. ആറന്മുളയിലേക്ക് കൂടുതൽ സഹായം വേണം. റാന്നിയിൽ കയറിയ വെള്ളം ഒഴുകിയെത്തുന്നത് ആറന്മുളയിലേക്കാണ്. സർക്കാർ കൂടുതൽ സഹായം ചെയ്യണമെന്നും MLA ആവശ്യപ്പെട്ടു. പ്രതികരണത്തിലേക്ക്. കൂടുതൽ ശ്രദ്ധ ആറന്മുളയിലേക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മഴ കുറയുന്നുണ്ട് എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. പക്ഷേ മഴ കുറയുന്നതനുസരിച്ച് ഈ വെള്ളം ഇറങ്ങുന്നത് അനുസരിച്ച് തന്നെ ആറന്മുളയിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. റാന്നിയിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകിയെത്തുന്നത് ആറന്മുളയിലോട്ടാണ്. റാന്നിയിൽ നിന്ന് അവരുടെ ഭൂപ്രകൃതി വെച്ച് വെള്ളം പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്യും, പക്ഷേ ആറന്മുളയിൽ ഇറങ്ങുകയും ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആറന്മുളയിലോട്ട് കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. MLAയുടെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ജില്ലാ കളക്ടറെ വിളിച്ച് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്ത് കാര്യങ്ങളാണെങ്കിൽ എന്താണ് ആവശ്യമുള്ളത് അത് അവിടെ നിറവേറ്റി കൊടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ പരിഹരിക്കും. പ്രത്യേകിച്ച് പരാതികളല്ല, പക്ഷേ കുറേ കൂടി ആളുകളൊക്കെ പ്രയാസത്തിലാണ്. ആ പ്രയാസം ലഘൂകരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതെന്താണോ നിർദ്ദേശിക്കുന്നത് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശ്രീരാജ് ബാബു വിവരങ്ങളുമായിട്ടുണ്ട്. ശ്രീരാജ്, ആറന്മുളയിലെയും റാന്നിയിലേക്കും ഒരു അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ആറന്മുളയിലേക്ക് കൂടുതൽ സഹായം എത്തും. MLAയുടെ വാക്കുകളെ അനുഭാവപൂർവ്വം പരിഗണിച്ചിരിക്കുന്നു സർക്കാർ. മന്ത്രി തന്നെ അത് നമ്മളോട് തന്നെ അക്കാര്യം പറയുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. MLAയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതിനൊപ്പം മറ്റൊന്ന്, നിലവിലൊരു സാഹചര്യം എന്താണ് ശ്രീരാജ്? അതായത് ഇന്നലെ രാവിലെയാണ് ആറന്മുള MLA അബിൻ വർക്കി ഇത്തരത്തിൽ ആദ്യമായി ആറന്മുളയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും കൂടുതൽ സഹായം അവിടേക്ക് വേണമെന്നും പറഞ്ഞിരുന്നത്. ഇന്നും അദ്ദേഹം ആ ആവശ്യം അതേപടി ആവർത്തിക്കുകയാണ് അല്പസമയം മുൻപ് ഉണ്ടായത്. അതിനർത്ഥം ഇന്നലെ ആവശ്യപ്പെട്ടതിന് ശേഷവും കാര്യമായ ഇടപെടൽ ഇവിടേക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് ആ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒന്നും ഇവിടെ ആറന്മുളയിൽ നടന്നിട്ടില്ല എന്നുമല്ല അതിനർത്ഥം. അതായത് പലതരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നുണ്ട്. NDRF അടക്കമുള്ള സംഘാംഗങ്ങൾ അവിടേക്ക് എത്തുന്നുണ്ട്. ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടികളെല്ലാം തന്നെ നടക്കുമ്പോഴും കൂടുതൽ ശ്രദ്ധ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലേക്ക് കേന്ദ്രീകരിക്കുന്നതിൽ ഒരു പോരായ്മ വരുന്നു എന്ന തരത്തിലാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം റാന്നിയിൽ വെള്ളം ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടേക്ക് മാത്രം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഫൈബർ ബോട്ടുകളടക്കം ആറന്മുളയിലേക്ക് എത്തിച്ച് കൂടുതൽ രക്ഷാപ്രവർത്തനം അവിടെ കൂടി നടത്തേണ്ട സാഹചര്യമുണ്ട്. റാന്നിയിൽ നിന്നും വെള്ളം ഇറങ്ങിയ ശേഷം അവിടെ പിന്നീടുള്ളത് ഈ ജലനിരപ്പ് താഴ്ന്ന ശേഷമുള്ള നടപടിക്രമങ്ങൾ, വൃത്തിയാക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങളായിരിക്കും റാന്നിയിൽ കേന്ദ്രീകരിക്കുക. പക്ഷേ ഇവിടെ ആറന്മുളയിലേക്ക് വന്നാൽ സ്ഥിതി അതല്ല. അവിടെ ഇപ്പോഴും ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട്. പല വീടുകളിലും വെള്ളം ഉയർന്നു നിൽക്കുന്ന സാഹചര്യം ഇപ്പോഴും അവിടെയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സ്ഥലം MLA കൂടി ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കുന്നത്. സർക്കാരിന്റെ കൂടുതൽ സഹായം ഈ ആറന്മുളയിലേക്ക് ഉണ്ടാകേണ്ടതാണ്. രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് വെള്ളപ്പൊക്കം അവിടെ ഉണ്ടായ ശേഷം രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് എന്നുകൂടി ഓർക്കണം. റവന്യൂ വകുപ്പ് കുറച്ചുകൂടി കാര്യക്ഷമമായി ഇക്കാര്യത്തിൽ ഇടപെടണം എന്നുകൂടി അദ്ദേഹം ആവശ്യം പറയുന്നുണ്ട്. ക്യാമ്പുകൾ കൂടുതൽ തുറക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ക്യാമ്പുകൾ കൂടുതൽ തുറക്കണം. അവിടേക്ക് കൂടുതൽ ഈ രക്ഷാദൗത്യം അവിടേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കണം എന്ന ആവശ്യം കൂടിയാണ് അദ്ദേഹം എന്തായാലും മുന്നോട്ട് വെക്കുന്നത്. ആറന്മുളയിൽ നിലവിൽ ഇതുവരെയും വെള്ളം ഒഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. റാന്നിയിൽ നിന്നും നല്ല രീതിയിൽ ജലനിരപ്പ് താഴുമ്പോഴും ആ വെള്ളം എത്തുന്നത് ആറന്മുളയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആറന്മുളയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. പല ഭാഗങ്ങളും ഇത്തരത്തിൽ വെള്ളത്തിൽ മുങ്ങിയ സ്ഥിതിയാണുള്ളത്. നിരവധി വീടുകൾ വെള്ളത്തിലാണ് ഇപ്പോഴും ഉള്ളത്. നിരവധി ക്യാമ്പുകൾ, 15ഓളം ക്യാമ്പുകൾ ആറന്മുളയിൽ മാത്രം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ആളുകളെ അവിടേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു നടപടി ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. ചില കേന്ദ്രങ്ങളിൽ നിന്നും ചില ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു വിമർശനം, നേരത്തെ കൂട്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നറിയിപ്പുകൾ അവർക്കുണ്ടായില്ല. അങ്ങനെ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നെങ്കിൽ അവിടെ നിന്നും മാറി നേരത്തെ അവർ ഇക്കാര്യം നമ്മൾ ഇന്നിപ്പോ രാവിലെ ലീഡേഴ്സ് മോർണിംഗിൽ മന്ത്രി AP അനിൽകുമാർ എത്തിയപ്പോൾ ഈ വിമർശനങ്ങൾ നമ്മൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലും പെടുത്തിയിരുന്നു. അപ്പോൾ അക്കാര്യത്തിൽ കാര്യങ്ങൾ പരിശോധിക്കും എന്ന് തന്നെയാണ് മന്ത്രിയും പറഞ്ഞത്. ചിലയിടങ്ങളിലേക്ക് ഈ അലേർട്ടുകൾ എത്താനായിട്ട് കുറച്ച് താമസം അതല്ലെങ്കിൽ എത്തിയിരുന്നില്ല എന്നുള്ള പരാതികളൊക്കെ അങ്ങാട്ട് കേൾക്കുന്നുണ്ട്. നമുക്ക്